2024 എന്ന ഈ വർഷത്തിൽ ഒട്ടനേകം സിനിമകളാണല്ലോ ആദ്യ 6-7 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അതിൽ വിജയിച്ചതും പരാജയപ്പെട്ടതുമായ ഒട്ടനേകം സിനിമകളുണ്ട്. കൂടുതൽ പ്രൊമോഷൻ പരിപാടികൾക്കിടയിലും ഒഫീഷ്യലായിട്ടും രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച 10 സിനിമകളെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ഈ വർഷത്തിലെ ആദ്യത്തെ വിജയ സിനിമ അബ്രഹാം ഓസ്ലറിന്റെ രണ്ടാം ഭാഗമാണ്. സിനിമയിലെ ജയറാമിന്റെ കഥാപാത്രമായ അബ്രഹാം ഓസ്ലറിന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് അബ്രഹാം ഓസ്ലറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. രണ്ടാം ഭാഗം വരുമോ എന്നത് ഇനിയും ഉറപ്പില്ല എങ്കിൽ പോലും കാത്തിരിക്കാം. അങ്ങനെ ഒരു രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അത് കാണുവാനായിട്ട്. രണ്ടാമത്തെ സിനിമ ജനുവരി മാസം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗമാണ്. ലാലേട്ടനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നുവെന്ന് ആദ്യ ഭാഗത്തിന്റെ അവസാനം തന്നെ പ്രഖ്യാപിച്ചതാണ്. ആദ്യ ഭാഗം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും രണ്ടാം ഭാഗ സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അപ്പോൾ കാത്തിരിക്കൂ വാലിബന്റെ തുടർന്നുള്ള വാർത്തകൾ കേട്ട്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ പ്രേമലു. നസ്ലൻ മമിത കൂട്ടുകെട്ടിന്റെ ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. 2025 സിനിമയുടെ രണ്ടാം ഭാഗം റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നാലാമത്തേത് ബ്രഹ്മയുഗത്തിന്റെ രണ്ടാം ഭാഗമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രധാന റോളിലെത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് ഒരു പ്രീക്വൽ സാധ്യത സിനിമയുടെ സംവിധായകൻ നേരത്തെ തന്നെ സൂചനകളായിട്ട് നൽകിയതാണ്. ബ്രഹ്മയുഗത്തിന്റെ രണ്ടാം ഭാഗം വരുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. അഞ്ചാമത്തേത് തിയേറ്ററുകളിലെ പരാജയപ്പെട്ട ജയ് ഗണേഷ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ഉണ്ണി മുകുന്ദൻ നായകനെ എത്തിയ രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്ത സിനിമ നേരത്തെ വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പരാജയമായിരുന്നു. എങ്കിൽ പോലും സിനിമയുടെ രണ്ടാം ഭാഗ സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ജയ് ഗണേഷ് ക്യാരക്ടറിനെ വീണ്ടും കാണാൻ കഴിയും എന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. അടുത്തത് കഴിഞ്ഞ ആഴ്ചയിൽ ഒഫീഷ്യലായിട്ട് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച തലവന്റെ രണ്ടാം ഭാഗമാണ്. ജിസ്റ്റോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി ബിജുമനൻ കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രൈം ത്രില്ലർ സിനിമ തിയേറ്ററുകളിലെ പൂർണ്ണ വിജയം നേടിയെടുത്ത മലയാളം സിനിമ കൂടിയാണ്. ലോ ബഡ്ജറ്റ് സയൻസ് ഫിക്ഷൻ പരീക്ഷണ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഗഗനാചാരി. ചിത്രത്തിന് ഒരു സ്പിൻ ഓഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒപ്പം ചിത്രത്തിന് രണ്ടാം ഭാഗവും ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തും കഴിഞ്ഞതാണ്. ഗഗനാചാരി പോലെ തന്നെ ഒരു ലോ ബഡ്ജറ്റ് സിനിമയുടെ 1 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ എല്ലാം തന്നെ കടന്ന ഈ വർഷത്തിലെ മറ്റൊരു സിനിമയായിരുന്നല്ലോ മറ്റൊരു ലോ ബഡ്ജറ്റ് സിനിമ കൂടിയായ ഗോളം. ആദ്യ ഭാഗത്തിന് ലഭ്യമായ സ്വീകാര്യത കണക്കിലെടുത്ത് ഗോളം എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നാണ് ഒഫീഷ്യലായിട്ട് സിനിമയിലെ നായകൻ തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. ഈ 2024 വർഷത്തിലെ വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ആവേശം. 150 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത പക്ക മാസ് കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലെ ഫഹദ് അവതരിപ്പിച്ച കഥാപാത്രമായ രംഗയ്ക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് സംവിധായകൻ തന്നെ നേരത്തെ കൺഫേം ചെയ്തതാണ്. രോമാഞ്ചം 2 പോലെ തന്നെ ആവേശം 2വിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോയിൽ അവസാനത്തെ സിനിമ 10ാമത്തെ സിനിമ ടർബോയാണ്. മമ്മൂട്ടിയുടെ മെഗാ മാസ് ആക്ഷൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലെ ടൈലന്റ് സീൻസ് എല്ലാം തന്നെ രണ്ടാം ഭാഗത്തിനുള്ള സൂചനകൾ നൽകി തന്നെയാണ് അവസാനിക്കുന്നത്. വിജയ് സേതുപതി മമ്മൂട്ടി കോംബോയ്ക്കായിട്ടാണ് രണ്ടാം ഭാഗത്തിൽ നാം കാത്തിരിക്കുന്നത്. എന്തായാലും വൈശാഖാണ് സിനിമയുടെ രണ്ടാം ഭാഗവുമായിട്ട് മുന്നോട്ട് വരേണ്ടത്. മധുര രാജയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച മിനിസ്റ്റർ രാജ ഇനിയും വന്നിട്ടില്ല. ടർബോയുടെ രണ്ടാം ഭാഗമായിട്ട് ടർബോ ജോസിന്റെ വീണ്ടും ഒരു വരവ് നമുക്ക് കാണുവാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 10 രണ്ടാം ഭാഗ സിനിമകളിൽ നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഇത്. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.